ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ ശിവൻ വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ രാഘവൻ നായർ നിർബന്ധപൂർവ്വം ശിവനെ പിടിച്ചു നിർത്തുകയാണ്. തന്റെ കയ്യിൽ സത്യം ചെയ്ത് നാളത്തെ ദിവസം മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടുകയില്ല എന്നും നാളെ വീട്ടിൽ നിന്ന് മറ്റെങ്ങോട്ടും പോവില്ല എന്നും ഉറപ്പ് പറയാനായി ശാലിനിയുടെ മുന്നിൽ നിർത്തി രാഘവൻ നായർ ശിവനോട് ആവശ്യപ്പെടുന്നു. ഒടുവിൽ രാഘവൻ നായരുടെ നിർബന്ധപ്രകാരം ശിവൻ രാഘവൻ നായർക്ക് വിഷമം ഉണ്ടാകാതിരിക്കാനായി കൈയടിച്ച് സത്യം ചെയ്തു കൊടുക്കുന്നു. ഉടനെ രാഘവൻ നായർ ശിവനെ ചേർത്ത് പിടിച്ച് നീയാണ് എൻ്റെ പൊന്നു മോനെന്നും നീ അച്ഛനെ വിഷമിപ്പിക്കില്ല എന്നും പറഞ്ഞ് രാഘവൻ നായർ ശിവനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഈ കാഴ്ച കണ്ട് വേദനയോടെ ശാലിനി നോക്കി നിൽക്കുകയാണ്. രാഘവൻ നായർ വിഷ്ണുവിനോടുള്ള സ്നേഹം മുഴുവൻ അത് ശിവനോട് കാണിക്കുന്നത് കാണുമ്പോൾ ശാലിനിയും മനസ്സ് നിറഞ്ഞ വെറുപ്പോടുകൂടിയും വേദനയോടെയും ശിവനെ തന്നെ ഉറ്റുനോക്കി. അതിനുശേഷം ചന്ദ്ര ഇത്രയും നേരമായിട്ടും ശിവനെ കാണാറായതിൻ്റെ ടെൻഷനിൽ തനിച്ച് റൂമിൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഈ ഏട്ടൻ എന്താ ഇത്രയും നേരമായിട്ടും എത്താത്തത് എന്ന് ആലോചിച്ചു. പെട്ടെന്നാണ് ശിവന്റെ ഫോൺ കോൾ ചന്ദ്രയെ തേടിയെത്തിയത്. കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ചന്ദ്ര ചോദിച്ചു, ഏട്ടാ ഇത് എവിടെ ഏട്ടൻ, എത്ര നേരമായി, ഏട്ടൻ ഇപ്പോൾ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കാണെ വല്ലാതെ പേടിയാവുന്ന ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര സങ്കടം അറിയിച്ചപ്പോൾ അത് കേട്ട ശിവൻ ചോദിച്ചു, എന്തിനാ നീ ഇങ്ങനെ പേടിക്കുന്നത്, അപ്പുറത്ത് വേലായുധനും മോളും ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ അവിടെയുണ്ട്, എങ്കിലും ഏട്ടാ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം എന്താണെന്ന് ഏട്ടനെ അറിയാവുന്നല്ലേ, ഏട്ടൻ എപ്പോൾ എത്തുന്നത് എന്ന് ചന്ദ്ര അന്വേഷിച്ചു. അപ്പോഴാണ് ശിവൻ പറഞ്ഞത്, അത് മുന്നേ മോളെ ഒരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത്, എനിക്കിന്ന് അവിടേക്ക് വരാൻ കഴിയില്ല, പകരം മോൾക്ക് കൂട്ടുകിടക്കാനായി വേലായുധൻ്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടനെ തന്നെ അവിടേക്ക് എത്തും എന്ന് പറഞ്ഞു. ഏട്ടാ എങ്കിലും എന്ന് പറഞ്ഞ് വിഷമത്തോടെ ചന്ദ്ര സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വാതിലിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ഏട്ടാ അവർ വന്നെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ശരി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേലായുധനെ വിളിച്ചാൽ മതി, വേറെ ഒന്നും ഓർത്ത് മോള് ടെൻഷൻ ആവണ്ട, അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മോൾ ഏട്ടനെ വിളിക്കാനും മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ശരി ഏട്ടാ എന്ന് പറഞ്ഞ് ചന്ദ്ര ഫോൺ വെച്ചു. ഉടനെ വാതിൽ ചെന്ന് തുറന്നു നോക്കിയതും മുന്നിൽ നിൽക്കുന്ന റാണിയെ കണ്ടതോടെ റാണി പറഞ്ഞു, അതെ ഞാനിന്ന് ചന്ദ്രയ്ക്ക് കൂട്ടുകിടക്കാനായിട്ട് വന്ന കേട്ടോ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ വേലായുധൻ ചോദിച്ചു, അല്ല മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ, ഇവിടെ ആരും ഒരു ശല്യത്തിനും വരാൻ പോകുന്നില്ല, ഇനി അഥവാ ആരെങ്കിലും വന്നാൽ അത് ഈ വേലായുധനേറ്റോളാം കേട്ടോ, മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരോട് സുഖമായി കിടന്നുറങ്ങിക്കോളാൻ അറിയിച്ച് വേലായുധൻ അവിടെ നിന്ന് പോകുമ്പോൾ ചന്ദ്ര തനിക്കൊരു കൂട്ടുകാരിയെ കിട്ടിയ സന്തോഷത്തിൽ റാണിയും വിളിച്ച് അകത്തേക്ക് കയറി. അപ്പോഴേക്കും വിഷ്ണുവിനെ കൂടിയിരുത്തി ഭക്ഷണം കഴിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു രാഘവൻ നായരുടെ ഭാഗത്തു നിന്ന് നടന്നത്. രാഘവൻ നായർ ഡൈനിങ് ടേബിളിലേക്ക് ശിവനെ നിർബന്ധപൂർവ്വം കൂട്ടിക്കൊണ്ടുവരികയാണ്. ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന ശിവനോട് വേഗം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് രാഘവൻ നായർ ആവശ്യപ്പെടുന്നു. ഈ സമയത്തിനുള്ളിൽ ശാലിനി ശിവനെ ചേർത്ത് പിടിച്ച് രാഘവൻ നായർ അവിടുന്ന് മറ്റെവിടേക്കും ശിവൻ പോകണ്ട പറഞ്ഞ് മോനെന്നും ഇവിടെ തന്നെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിഷ്ണുവാണ് മുന്നിൽ നിൽക്കുന്നുള്ള ധാരണയിൽ ശിവനെ സ്നേഹിച്ച് അങ്ങനെ കൊതുതീരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് രാഘവൻ നായർ. ഇതൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ ശാലിനി വേഗം മുറിയിലേക്ക് എത്തിയതും തൻ്റെ വിഷ്ണുവേട്ടൻ്റെ ഫോട്ടോയിൽ നോക്കി ശാലിനി സങ്കടപ്പെട്ടു. വിഷ്ണുവേട്ട, നമ്മൾ എത്ര മാത്രം കാത്തിരുന്ന ദിവസമാണ് നാളെ വരാൻ പോകുന്നതെന്നറിയാവോ, നമ്മൾ വളരെ ആഘോഷമായി നടത്താൻ ആഗ്രഹിച്ച ആ ദിവസം, അത് ഇത്തവണ വിഷ്ണുവേട്ടനില്ലാതെയാണ് ഇനി ആ ദിവസം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോവുക. എന്നാൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും വിഷ്ണുവേട്ടൻ അറിയുന്നുണ്ടോ, വിഷ്ണുവേട്ടൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവന്ന് നിർത്താനുള്ള ശ്രമമാണ് അച്ഛൻ നടത്തുന്നതെന്ന് എന്നത് സങ്കടത്തോടെ ശാലിനി വിഷ്ണുവിൻ്റെ ഫോട്ടോ നോക്കി പറഞ്ഞു. അങ്ങനെ തൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശാലിനി വിഷ്ണുവിൻ്റെ ഫോട്ടോയിൽ നോക്കി, വിഷ്ണുവേട്ടനോട് സംസാരിക്കാൻ തനിക്ക് തോന്നുകയാണെന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ സാധനങ്ങൾ ആ കബോർഡിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന വിഷ്ണു അവസാനമായി ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ശാലിനി കയ്യിലെടുത്തു. അതിൽ വിഷ്ണുവിൻ്റെ ആ ഷർട്ടും മുണ്ടും ചേർത്ത് പിടിച്ച് അതിൽ വിഷ്ണുവേട്ടനുണ്ടെന്നുള്ള ധാരണയിൽ വിഷ്ണുവിനോട് സങ്കടം പറയാനായി ആ ഷർട്ട് അന്വേഷിച്ചപ്പോൾ അത് കാണുന്നില്ല എന്ന് മനസ്സിലായി. ഈശ്വര, ആ ഷർട്ട് അതാരെടുത്തുകൊണ്ട് പോയി, ഇതിവിടെ ഇരുന്നതാണല്ലോ, ഇതാരോ കൊണ്ടുപോയതെന്ന് ആലോചിച്ച് ശാലിനി ആശങ്കയോടെ ആ ഷർട്ട് എല്ലായിടത്തും പരതി. ഇനി ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയതായിരിക്കുമോ എന്ന ആശങ്കയായിരുന്നു ശാലിനിയുടെ മനസ്സിൽ. ശാലിനി വേഗം തന്നെ ഷർട്ട് അന്വേഷിച്ച് വരുമ്പോൾ ശിവന് ആ ഷർട്ട് എടുത്ത് കൊടുക്കുകയായിരുന്നു രാഘവൻ നായർ. ശിവന് ആ ഷർട്ട് അണിയിച്ചിട്ട് രാഘവൻ നായർ നോക്കി, കൊള്ളാട മോനെ, നന്നായി ചേരുന്നുണ്ട്, നീ ഇതെന്താ അധികമൊന്നും ഇടാത്തത് എന്ന് പറഞ്ഞതും ശിവൻ ചോദിച്ചു, അച്ഛാ ഇതിരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന് ശിവൻ അന്വേഷിച്ചപ്പോൾ, എന്ത് പ്രശ്നമാടാ, നിന്റെ ഷർട്ട് നീ ഇട്ടു, അതിലെന്താ പ്രശ്നം എന്ന് രാഘവൻ നായർ ശിവനോട് ചോദിക്കുന്നു. എല്ലാം കേട്ട് ആകെ വേദനയോടെ ശിവനങ്ങ് നിൽക്കുമ്പോൾ ശാലിനി അകത്തേക്ക് കയറി വന്നത്.
ശിവൻ ആ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാഴ്ച കണ്ട് ശാലിനി അരികിലേക്ക് വന്ന് ശിവന് നേരെ തട്ടിക്കയറി. ആരോട് ചോദിച്ചിട്ടാണ് ഈ ഷർട്ട് എടുത്തതെന്ന് ചോദിച്ച് ശാലിനി ബഹളമുണ്ടാക്കി. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ആ മോളെ, ഇത് അലമാരിലിരിക്കുന്നത് കണ്ടു. ഇതിവൻ അധികം ഒന്നും ഇട്ടിട്ടില്ല, കണ്ടില്ലേ, നല്ല ചന്തമുണ്ട്. എന്തായാലും നാളെ വെഡിങ് ആനിവേഴ്സറിക്ക് ഈ ഷർട്ട് തന്നെ ഇട്ടാൽ മതി, വേറെ ഒന്നും വേണ്ടല്ലോ, ഇത് നല്ല ഷർട്ടാ, നന്നായിട്ട് ചേരുന്നുണ്ടെന്നൊക്കെ രാഘവൻ നായർ അഭിപ്രായം പറഞ്ഞു. ഇതെല്ലാം കണ്ടു നിന്ന ശാലിനി ദേഷ്യത്തോടെ ശിവന്റെ അരികിലേക്ക് ചെന്നു. ആരോട് ചോദിച്ചിട്ടാ ഈ ഷർട്ട് എടുത്തിട്ടത് എന്ന് ചോദിച്ച് ശാലിനി ദേഷ്യപ്പെടുന്നു. അതെ, ഇപ്പോ ഈ നിമിഷം ഈ ഷർട്ട് ഊരണം, ഊര് എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെട്ടപ്പോൾ ആ ഷർട്ട് ശിവൻ ഊരാനായി കൂട്ടാക്കാതെ അങ്ങ് നിൽക്കുമ്പോൾ ശാലിനി നിർബന്ധപൂർവ്വം പറഞ്ഞു, മര്യാദയ്ക്ക് ഊരാനാ പറഞ്ഞത് എന്ന്. ഒടുവിൽ ശിവൻ അത് ഊരി ശാലിനിക്ക് നൽകുമ്പോൾ ശാലിനി പറഞ്ഞു, അതെ, ഇവിടെ പലർക്കും പലതും ഓർമ്മയുണ്ടാവില്ല, എന്നാൽ എല്ലാം അറിയാവുന്ന ആള് അതിന് ഒപ്പം നിന്ന് അതിന് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ, എല്ലാത്തിനും കൂട്ടു നിൽക്കുമ്പോൾ മറ്റുള്ള പലരുടെയും മനസ്സ് തകരുന്നത് മനസ്സിലാക്കുന്നില്ലേ, മനസ്സിലാക്കാതെ പോകരുതെന്ന് കൂടി ശാലിനി ഓർമ്മിപ്പിച്ചു. ഇത് മേലാൽ ആവർത്തിക്കരുതെന്ന് കൂടി ശിവന് താക്കീത് നൽകിക്കൊണ്ട് ശാലിനി ദേഷ്യത്തോടെ ആ ഷർട്ട് നെഞ്ചി ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ മുറിയിലേക്ക് പോയി. ഇത് കണ്ടതോടെ രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, നീ ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട കേട്ടോ, അവള് ഇങ്ങനെ പെരുമാറിയതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് രാഘവൻ നായർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ, അവൾക്ക് നാളത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി ഞാൻ നല്ലൊരു സാരി മേടിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ഒരു സർപ്രൈസാ. എനിക്ക് മനസ്സിലായി, പുതിയതൊന്നും ശാലിനി മോൾക്ക് മേടിക്കാത്തതിൻ്റെ ദേഷ്യം അവൾക്ക്. അത് ഞാൻ മാറ്റിക്കൊടുത്തോളാം. നാളത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ അവൾക്ക് ആ സാരി തന്നെ ഞാൻ കൊടുക്കും, അത് അവൾ ഉടുത്തോളും എന്ന് പറഞ്ഞ് രാഘവൻ നായർ ഇതൊന്നും അറിയാതെ ശിവനോട് പറയുമ്പോൾ എല്ലാം കേട്ട് ഒരു കോമാളിയെ പോലെ ആ കുടുംബത്തിൽ തനിക്ക് എല്ലാവരുടെയും മുന്നിൽ അങ്ങനെ അഭിനയിക്കേണ്ടി വരുന്നതിൻ്റെ നിരാശയും വേദനയും മനസ്സിൽ വെച്ചുകൊണ്ട് ശിവൻ എന്ത് പറയണമെന്നറിയാതെ ആകെ സങ്കടത്തോടെ നിന്നു. അപ്പോഴാണ് അവിടെ റാണിയോടൊപ്പം റാണി ചന്ദ്രയെ കൂടെ നിർത്തിക്കൊണ്ട് തൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള റീൽസ് ചെയ്തത്. ചന്ദ്രയെ അരികിലിരുത്തി റാണി പറഞ്ഞു, ഈ ഇരിക്കുന്ന ആളാരാണെന്ന് അറിയാവോ? ഈ ചിന്താവിഷ്ടയായ സിരിയെ പോലെ ഇരിക്കുന്നത് ഇത് വേറെ ആരുമല്ല, ഇത് ഈ ഞങ്ങളുടെ വീട്ടിലെ പുതുതായി വന്ന വാടകക്കാരിയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നിയിരിക്കും, ഈ ഇരിക്കുന്നത് ചന്ദ്രികയാണോ എന്ന്. രമണനെ നഷ്ടപ്പെട്ട് രമണനെ കുറിച്ച് ഓർത്ത് സങ്കടത്തോടെ ഇരിക്കുന്ന ചന്ദ്ര. എന്നാൽ ആ ഒരു ചന്ദ്രയാണോ ഈ ഇരിക്കുന്ന ചന്ദ്ര എന്നുള്ള കാര്യം പിന്നീട് കൃത്യമായി നിങ്ങൾക്ക് ഞാൻ അപ്ഡേഷൻ തന്നിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് വിടാ എന്ന് പറഞ്ഞ് ആ വീഡിയോ ഓഫ് ചെയ്യുമ്പോൾ ചന്ദ്ര ചോദിച്ചു, എന്താ, എന്നെ കൊടുക്കാനുള്ള വല്ല പദ്ധതിയാണോ എന്ന് ചോദിച്ചിട്ട് റാണി പറഞ്ഞു, ഏയ്, വെറുതെ ഇരിക്കുമ്പം എന്തെങ്കിലും ടൈം പാസ് വേണ്ടേ, അത്രേ ഉള്ളൂ ഇത് എന്ന് പറഞ്ഞ് റാണി കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചന്ദ്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ചന്ദ്ര കോൾ അറ്റൻഡ് ചെയ്തു. പ്രകാശാണെന്ന് അറിഞ്ഞതോടെ എന്താ പ്രകാശ്, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും പ്രകാശ് പറഞ്ഞു, അതെ ചന്ദ്ര, എൻ്റെ ഏട്ടൻ ഇവിടെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിവാഹം എത്രയും വേഗം നടത്തണമെന്നാണ് ചേട്ടൻ്റെ ആവശ്യം. പക്ഷേ ഞാൻ പേടിച്ചിട്ട് ഇപ്പോൾ ചന്ദ്രയുടെ അച്ഛൻ്റെ തീരുമാനം എന്താണെന്ന് നമുക്ക് പറയാനാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം മനസ്സിലുണ്ട്. അക്കാര്യം ഞാൻ ചേട്ടനോട് പറയുകയും ചെയ്തു. ചേട്ടനാകെ ദേഷ്യപ്പെട്ടിട്ടാണ് പോയിരിക്കുന്നത്. എന്തായാലും ഞാൻ കേരളത്തിന് പുറത്തേക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള വേക്കൻസി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് മാറ്റം കിട്ടിയാൽ ഉറപ്പായിട്ടും വിവാഹം കഴിഞ്ഞ് നമുക്ക് നേരെ അവിടേക്ക് പോകാം. അതുവരെയുള്ളൊരു സാവകാശമാണ് ചേട്ടനോട് ഞാനിപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് പ്രകാശ് പറഞ്ഞപ്പോൾ അതെല്ലാം കേട്ട് ചന്ദ്ര പറഞ്ഞു, പ്രകാശേ, എന്തിനാ ചേട്ടനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? പാവം ഏട്ടൻ അച്ഛനോടും പിണങ്ങി ആകെ ദേഷ്യപ്പെട്ട് നമുക്ക് വേണ്ടി നടക്കുകയാണ്. അച്ഛനോടും മറ്റുള്ളവരോടും എല്ലാം വെറുപ്പ് സമ്പാദിച്ച് ആ പാവം നടക്കുന്നത്. എന്നിട്ട് ആ പാവത്തിനോട് ഇങ്ങനെ ഒരു ചതി എങ്ങനെയാണ് പ്രകാശിനെ ചെയ്യാൻ തോന്നിയത് എന്ന് ചോദിച്ചപ്പോൾ പ്രകാശ് പറഞ്ഞു, ചന്ദ്ര, ഞാൻ എന്ന് പറഞ്ഞതും ചന്ദ്ര പറഞ്ഞു, പ്രകാശ്, എനിക്ക് അത്യാവശ്യമായിട്ട് പ്രകാശിനെ ഒന്ന് കാണണം. അത് കേട്ടതോടെ ചന്ദ്രയോട് പ്രകാശ് ചോദിച്ചു, അതിനെന്താ, നമുക്ക് കാണാലോ, നാളെ തന്നെ നമുക്ക് കാണാം. ഞാൻ എവിടെയാണ് വരേണ്ടതെന്ന് തൻ്റെ സൗകര്യം അനുസരിച്ച് പറഞ്ഞാൽ മതിയെന്ന് പ്രകാശ് ചന്ദ്രയോട് അറിയിച്ചു. എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ചന്ദ്ര. അപ്പോഴേക്കും അരികിലേക്ക് വന്ന റാണി ചോദിച്ചു, അപ്പോൾ ഈ വിളിച്ചത് രമണൻ തന്നെയാണല്ലേ എന്ന് ചോദിച്ചതും അതെ എന്ന് ചന്ദ്ര തലകുലുക്കി. അതിരിക്കട്ടെ, ഈ രമണന്റെ പേരെന്താ, എന്താ ജോലി എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രകാശ് എന്നാണെന്ന് പേരെന്നും ആള് ഡോക്ടറാണെന്നും അറിയിച്ചു. അപ്പൊ പിടിച്ചത് വലിയ പുളിങ്കൊമ്പ് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം ആ പുളിങ്കൊമ്പിന് ബലം പോരാ എന്ന് പറഞ്ഞാണ് അച്ഛൻ ബഹളം ഉണ്ടാക്കുന്നതെന്ന് ചന്ദ്ര പറഞ്ഞു. അത് കേട്ടതോടെ ഇതെല്ലാം കേട്ട് നിന്ന ചന്ദ്രയോട് റാണി പറഞ്ഞു, അതെ, എന്തായാലും ചന്ദ്ര ഭാഗ്യവതി തന്നെയാ, ഇത്രയേറെ സ്നേഹിക്കാൻ ഒരു ഏട്ടൻ, അതുപോലെ തന്നെ ഒരു അച്ഛൻ.
എന്നാൽ എൻ്റെ ജീവിതമോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒരു പൈലറ്റ് ആകണമെന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല. അതിനെ പഠിപ്പിക്കാനുള്ള സാവകാശവും എൻ്റെ വീട്ടുകാർക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. എന്നിട്ടോ വിവാഹിതയായി ചെന്ന് കയറിയതിന് ശേഷം അയാൾക്ക് എന്നെ ഭയങ്കര സംശയമാണ്. സംശയരോഗം മാത്രമേ അയാൾക്കുള്ളൂ. ഒടുവിൽ ആ ബന്ധവും വേണ്ട എന്ന് അവസാനിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നതാണ്. ഇനി എനിക്ക് എൻ്റെ ലക്ഷ്യമാണ് വലുത്. ആ ലക്ഷ്യം നേടുക. അതിനുശേഷം മാത്രമേ ഇനി മറ്റെന്തോ ഉള്ളൂ എന്ന് റാണി അറിയിച്ചു. എല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ചന്ദ്ര അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാം ഭംഗിയായി തന്നെ നടക്കട്ടെ എന്ന് ചന്ദ്രയും ചന്ദ്രയും ഒരു ആശംസ അർപ്പിച്ചു. എല്ലാം കേട്ട് സന്തോഷത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രയുടെ മനസ്സിൽ മുഴുവൻ പ്രകാശമാണെന്നുള്ള കാര്യം റാണി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നീട് സത്യാമ്മയുടെ വീട്ടിൽ എല്ലാവരും ഡൈനിങ് ഹാളിൽ വന്ന് ഡൈനിങ് ടേബിളിന് ചുറ്റും നിരന്നിരിക്കുകയായിരുന്നു. അവിടെ ശിവനും ഭക്ഷണം കഴിക്കാനായി ശാലിനിക്കൊപ്പം എത്തി. ശാലിനി വല്ലാത്ത ഗൗരവത്തിൽ അങ്ങ് നിൽക്കുമ്പോൾ ശിവൻ ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ച് ആകെ കൈയിട്ട് അളിച്ചിരിക്കുന്ന ആ കാഴ്ച കണ്ടതോടെ രാഘവൻ നായർ ചോദിച്ചു, എന്തു പറ്റി മോനെ, നീ എന്താ ഭക്ഷണം കഴിക്കാത്തത്? ഉടനെ രാഘവൻ നായരോട് ശിവൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ കഴിച്ചോളാം, എനിക്ക് ഒരു ആകെ ഒരു അസ്വസ്ഥത, അതുകൊണ്ടാണ്. എന്തായാലും എല്ലാം ഇപ്പം തന്നെ മാറിക്കോളും, ഞാൻ പതിയെ കഴിച്ചോളാം എന്ന് ശാലിനി അറിയിച്ചു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, ഏയ് അത് പറ്റില്ല, ഇപ്പം തന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എല്ലാവരും ഒരുമിച്ചൊരു കുടുംബത്തെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ സന്തോഷവും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ് എന്നറിയിച്ചപ്പോൾ ആകെ വിഷമത്തോടെ ശാലിനി അങ്ങ് നോക്കി. അപ്പോഴേക്കും അടുത്ത് നിന്ന കുട്ടികൾ പറഞ്ഞു, അച്ചച്ച, ഈയിടെയായിട്ട് അച്ചച്ചൻ ഞങ്ങളുടെ കാര്യത്തിൽ യാതൊരു ശ്രദ്ധയില്ല എന്ന് സത്യം പരാതിപ്പെടുമ്പോൾ അത് കേട്ടെന്ന് രാഘവൻ നായർ ചോദിച്ചു, ആര് പറഞ്ഞു മക്കളുടെ കാര്യത്തിൽ അച്ചച്ചൻ്റെ ശ്രദ്ധയില്ല എന്ന്? മക്കളുടെ ബർത്ത്ഡേ ഇങ്ങ് വന്നോട്ടെ, അച്ചച്ചൻ ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് അച്ചച്ചൻ ആലോചിച്ചിരിക്കുന്നത് എന്നറിയിച്ചു. അത് കേട്ടതോടെ കുട്ടികൾക്ക് വലിയ സന്തോഷം. ശാലിനി എപ്പോഴും ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്ന കണ്ടപ്പോഴാണ് സത്യമ്മ ശാലിനി എന്തുകൊണ്ട് കഴിക്കുന്നില്ല എന്ന് അന്വേഷിച്ചത്. അപ്പോഴും ശാലിനിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നത് കൊണ്ട് ശാലിനി പറഞ്ഞു, സത്യമ്മയെ ഭക്ഷണം കഴിക്കാനായിട്ട് മനസ്സിൽ തോന്നണ്ടേ, വിശപ്പ് തോന്നണ്ടേ? അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് താൻ കഴിക്കാത്തതെന്ന് പറഞ്ഞ് ശാലിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. രാഘവൻ നായർ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, അതെ, നാളത്തെ കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യാമ്മ ചോദിച്ചു, രാഘവേട്ട, നാളെ ഈ ആനിവേഴ്സറി നടത്തണമെന്ന് എന്താ ഇത്ര നിർബന്ധം? നാളെ ശാലിനിക്ക് അത്യാവശ്യമായിട്ട് ചില മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്, അത് ഒഴിവാക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് നമുക്ക് ഇത് പിന്നീട് ഒരു ദിവസം ആഘോഷിച്ചാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ രാഘവൻ നായർ ഗൗരവത്തോടെ സത്യഭാമയെ നോക്കിയിട്ട് പറഞ്ഞു, ഭാമേ, ഞാനിതേ ആളുകളെയൊക്കെ ക്ഷണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ആളുകൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് വരികയും ചെയ്യും. നാളത്തെ ഈ ചടങ്ങ് മാറ്റിവെക്കാൻ പറ്റില്ല. 19 പേരോളം ആളുകളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ചില കണക്കൂട്ടലുകൾ നടത്തിയിട്ടാണ് ഇത് നടത്തുന്നത്. ഇത്തവണ ഈ വിവാഹ വാർഷികം ഇത്ര ഗംഭീരമായി നടത്താൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത വർഷം എനിക്ക് ഇവർക്കൊപ്പം ഈ വിവാഹ വാർഷികത്തിൽ പങ്കുചേരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നാളെ രാവിലെ വരുന്ന ആ ക്ലീറ്റസിനെ കൊണ്ട് വലിയൊരു കുടുംബചിത്രം നമുക്ക് എടുപ്പിക്കണം. നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു ചിത്രം. എന്നിട്ട് ആ ഫോട്ടോ വേണം നമ്മുടെ വീടിന്റെ മുന്നിൽ തൂക്കിയിടാനായിട്ട്. ആളുകൾ വരുമ്പോൾ നമ്മുടെ ആ ചിത്രം കണ്ടിട്ട് വേണം അകത്തേക്ക് കയറി വരാൻ. അങ്ങനെ വേണം നമ്മുടെ കുടുംബത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ചിത്രമുണ്ടായി വരാൻ. അതുകൊണ്ട് അങ്ങനെ ഒരു കുടുംബചിത്രം നാളെ നമ്മൾ തീർച്ചയായിട്ടും എടുക്കുമെന്ന് രാഘവൻ നായർ അറിയിച്ചു. എന്റെ കുടുംബത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി എല്ലാവരും പറയണം എന്ന് രാഘവൻ നായർ പറയുമ്പോൾ എല്ലാം കേട്ട് നിൽക്കുന്ന ശാലിനിയുടെ മനസ്സാകെ തകർന്നിരിക്കുന്നത് കണ്ട് രാഘവൻ നായരെ ശാലിനി നോക്കി ആകെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ സത്യാമ്മയോട് രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, നാളത്തെ ആ ചടങ്ങിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ, നാളത്തെ ആ ചടങ്ങ് നടന്നില്ല എങ്കിൽ പിന്നെ ഈ രാഘവൻ നായരെ ആരും കാണില്ല. അങ്ങനെ ഒരു ഭീഷണി കൂടി ഉയർത്തി രാഘവൻ നായർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അതിനുശേഷം ശാലിനി ആകെ വേദനയോടെ മുറിയിലേക്ക് എത്തി വിഷ്ണുവിന്റെ ചിത്രത്തിൽ നോക്കി സങ്കടത്തോടെ തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്ത് വേദനയോടെ ശാലിനി അങ്ങനെ ഇരുന്നു. വിഷ്ണുവേട്ട, ഇതൊന്നും വിഷ്ണുവേട്ടൻ അറിയുന്നില്ലല്ലോ, എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നും ഞാൻ എന്തൊക്കെയാണ് ഇപ്പോൾ സഹിച്ചു നിൽക്കുന്നതെന്നും വിഷ്ണുവേട്ടൻ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോൾ ശാലിനിയുടെ അരികിലേക്ക് റൂമിന്റെ വാതിക്കലേക്ക് രാഘവൻ നായർ എത്തി. രാഘവൻ നായർ ശിവനെയും കൂട്ടി അവിടേക്ക് എത്തിയതും മോളെ എന്ന് ശാലിനിയെ വിളിച്ചു. ശാലിനി തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ ശിവനെയും കൂട്ടിക്കൊണ്ടുവന്ന് നിൽക്കുകയാണ് രാഘവൻ നായർ. ഉടനെ ശാലിനിയോട് രാഘവൻ നായർ പറഞ്ഞു, മോളെ, ഞാൻ കയ്യോടെ ഇവനെയും കൂട്ടിക്കൊണ്ടു പോന്നു കേട്ടോ. എന്താണെന്നറിയാവോ, കുട്ടികൾ ഇനി മുതൽ എൻ്റെ കൂടെ, എൻ്റെയും ഭാമയുടെയും കൂടെ കിടന്നുറങ്ങിക്കോളും. ഇനി കുറച്ച് ദിവസത്തേക്ക് അതാണ് നല്ലത്. നാളത്തെ വെഡിങ് ആനിവേഴ്സറി കഴിയുമ്പോൾ ഒരു വിവാഹം തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസത്തേക്ക് അവര് ഞങ്ങൾക്കൊപ്പം കിടന്നോട്ടെ. ഒരു വിവാഹം നടന്നതിന് ശേഷം പിന്നെ എന്താ ഉണ്ടാവുക എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ
വിവാഹശേഷം നിങ്ങൾക്ക് ഒരു പ്രൈവസി വേണല്ലോ, അതിനാണ് എന്ന് രാഘവൻ നായർ അറിയിച്ചു. എന്നിട്ട് രാഘവൻ നായർ പറഞ്ഞു, മോളെ ഞാൻ കൈയോടെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ ഇവിടെ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരുന്നോ എന്ന് പറഞ്ഞ് ശിവനെ മുറിയിലേക്ക് കയറ്റിവിടാൻ രാഘവൻ നായർ ഒരുങ്ങുമ്പോൾ ശാലിനി ആകെ വേദനയോടെ അവിടെ നിൽക്കുന്ന തൻ്റെ മുറിയിലേക്ക് കയറി വരാനായി വാതിൽക്കൽ വന്ന് നിൽക്കുന്ന ശിവനെ നോക്കി ദേഷ്യത്തോടെ പുറകിൽ നിൽക്കുന്ന ശിവനെ രൂക്ഷമായി നോക്കുന്ന ശാലിനിയുടെ നേരെ ആകെ സങ്കടത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ശിവൻ. ഈ സമയത്ത് രാഘവൻ നായർ ശിവനോട് അകത്തേക്ക് കയറി പോകാൻ പറയുമ്പോൾ തൻ്റെ ബെഡ്റൂമിൽ വിഷ്ണുവേട്ടനും താനും മാത്രം ഉണ്ടായിരുന്ന, വിഷ്ണുവേട്ടന് മാത്രം കയറി വരാൻ അവകാശമുള്ള ആ മുറിയിലേക്ക് മറ്റൊരു അന്യപുരുഷനെ കയറ്റി വിടുന്നത് ഒട്ടും ഉൾക്കൊള്ളാനാകാതെ ശാലിനി ദേഷ്യത്തോടെ ശിവനെ നോക്കുമ്പോൾ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അച്ഛനോട് എതിർക്കാനോ അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിൽ ശിവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അങ്കലാപ്പോടെ ശാലിനിയെ നോക്കി. ശാലിനി ആകെ ഗൗരവത്തിൽ ശിവന്റെ നേരെ തിരിയുകയും ഈ മുറിയിലേക്ക് കയറി വരാൻ തന്നോടാരാ പറഞ്ഞതെന്ന് ചോദിച്ച് ശാലിനി ശബ്ദമുയർത്തി. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന രാഘവൻ നായർ മോളെ എന്ന് വിളിച്ച് ശാലിനിയോട് ദേഷ്യപ്പെട്ടു. മോളെ, നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ മോനെ ഈ മുറിയിലേക്കല്ലാതെ പിന്നെ എങ്ങോട്ടാ പോവുക? അവന്റെ ഭാര്യയുടെ അരികിലേക്കല്ലേ അവൻ വന്നത് എന്ന് ചോദിച്ച് രാഘവൻ നായരും ശബ്ദമുയർത്തി. എന്ത് പറഞ്ഞു അച്ഛനെ മനസ്സിലാക്കിക്കണമെന്നോ, അച്ഛന്റെ ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും എന്ത് മറുപടി നൽകണമെന്നറിയാതെ ആകെ വീർപ്പുമുട്ടലോടെ നോക്കി നിൽക്കുകയാണ് ശാലിനി.